വർഷങ്ങളായി പതിറ്റാണ്ടുകളായി കേരളത്തിലെ മാറി മാറി വന്ന പ്രതിപക്ഷം അവർക്കുണ്ടായിരുന്ന പ്രത്യേക അവകാശമായ അടിയന്തര പ്രമേയം അവതരിപ്പിക്കാനുള്ള ആ അവകാശത്തെ കവർന്നെടുക്കാനും പ്രതിപക്ഷത്തെ ദുർബലമാക്കാനും പ്രതിപക്ഷ സ്വരങ്ങളെ ഇല്ലാതാക്കാനും വിമർശനത്തോടുള്ള അസഹിഷ്ണുതയും എല്ലാമാണ് സർക്കാരിനെ കൊണ്ട് ഈ തെറ്റായ നടപടികൾ ചെയ്യിച്ചത്. മാത്രമല്ല, സഭയിലുണ്ടായ ഒരു വിഷയത്തിൽ വാദികളായ MLA-മാർക്കെതിരായി 2 വനിതാ MLA-മാർ ഉൾപ്പെടെയുള്ള 7 MLA-മാർക്കെതിരായി 10 വർഷത്തെ തടവ് ശിക്ഷ കിട്ടുന്ന ജാമ്യമില്ലാത്ത കേസെടുത്ത് അവരെ അപമാനിക്കാൻ വേണ്ടി കൂടിയുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി. നിയമസഭയിൽ നടന്ന ഒരു സംഭവത്തിൽ MLA-മാർക്ക് പോലും കിട്ടാത്ത ഒരു നീതി എങ്ങനെയാണ് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രശ്നം. ഏതെല്ലാം കാര്യങ്ങളാണ് നിഷേധിക്കപ്പെട്ടത്? ഈ സംസ്ഥാനത്തിന് ഒരു വർഷം 5000 കോടി രൂപ വെച്ച് കഴിഞ്ഞ 5 കൊല്ലക്കാലം കൊണ്ട് 25,000 കോടി രൂപ നഷ്ടപ്പെട്ട IGST വിഷയം ചർച്ച ചെയ്യാൻ അനുവദിച്ചില്ല. സർക്കാരിന്റെ കെടുകാര്യസ്ഥത, പിടിപ്പുകേട് പുറത്തു വരുമെന്നുള്ള പേടിയായിരുന്നു.